നമ്മൾ നന്നായിട്ട് സ്ലൈറ്റ് ചെയ്തിങ്ങനെ കോർ ചെയ്തെടുക്കുക. എന്നാണ് കലമാരി പെട്ടെന്ന് വേകും. അതുമാത്രം നല്ലൊരു ഡിസൈൻ കിട്ടും ഇത് കുക്കാവുമ്പോഴേ. നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷെഫ് നമുക്ക് മറ്റൊരു പുത്തൻ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് കലമാരി വെച്ചിട്ടുള്ള എന്തോ പണിയാണെന്ന് തോന്നുന്നു. കലമാരി നമ്മുടെ നാട്ടിൽ കൂന്തൽ എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ് ഇതിന്റെ പേര്? നമ്മളൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ. ഇഞ്ചിയും ഗ്രീൻ ചില്ലിയും കുറച്ച് ഉപ്പും അല്പം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. കുരു വീഴാതെ നോക്കണം കേട്ടോ. നല്ലോണം കോർ ചെയ്തിരിക്കുന്ന കലമാരിയാണ്. ഇത് ഗ്രില്ല് ചെയ്യുന്നതിന് മുമ്പ് ചുരുണ്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ടൂത്ത് പിക്ക് ഇങ്ങനെ കുത്തി കൊടുക്കുക. സൈഡ് മാറിയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇനി ഇങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇടാം. സംഗതി ചുരുണ്ട ഒരെണ്ണം കണ്ടാൽ മനസ്സിലാവും. ഈ സൈഡ് തിരിച്ചിട്ട് ഇതിപ്പോ സൈഡാണ് മാറ്റിയാണട്ടെ. ഓക്കെ, അപ്പൊ പല രൂപത്തിലുണ്ടാക്കാം നമുക്കല്ലേ. കുക്കാനും എൻ്റെ അത് പൊന്തി വന്നേക്കുന്നുണ്ട്. ഇവനെന്ന് എടുത്തു നോക്കിയാൽ നമ്മൾ ആയിക്കോട്ടെ. ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചു. ഞാൻ അതിലെന്തോ കൂടി ചെയ്യാൻ. ചില്ലി മയണീസ് ആണ്. ഓക്കെ, അതെങ്ങനെ ഉണ്ടാക്കി? ജസ്റ്റ് മയണീസിനകത്ത് കുറച്ച് ചില്ലി സോസ് ചില്ലി ഓയിൽ ഒഴിച്ച് മിക്സ് ചെയ്താലും മതി. പിന്നെ ഒരു മൈക്രോ ഹെർബ്സ് എന്തെങ്കിലും കാണാൻ ഭംഗിക്ക് വേണ്ടി ചെയ്യണം. കഴിക്കണമെങ്കിൽ കഴിക്കാം. ഇതൊരു സ്ട്രഗിൾ ചെയ്യണത്. ഇതിനകത്ത് ചില്ലി ഉണ്ട്, ഫ്രഷ് ജിഞ്ചർ ഉണ്ട്, ലെമൺ ജ്യൂസ് ഉണ്ട്, ഓയിലുണ്ട്. അടിപൊളി, സൂപ്പർ. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മെഗാ ഗുഡ്, സൂപ്പർ. നിമിഷ നേരം കൊണ്ട് എല്ലാവരും അടിച്ചു പൊളിച്ച് തിന്നു. ഞാൻ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമായി, നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ഷെയർ ചെയ്യുക. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ കേട്ടോ. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.